നമസ്കാരം. കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ഞാൻ ഇന്ന് റിയാക്ഷൻ എടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന ഭയങ്കര ആഗോള പ്രശ്നമല്ല, പക്ഷെ എന്നാലും നിങ്ങളിപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് യൂട്യൂബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം കംപ്ലീറ്റ് ആയിട്ട് യൂട്യൂബ് തന്നെ പറയാം. യൂട്യൂബ് എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് വിഷയങ്ങൾ റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ ഇപ്രാവശ്യത്തെ വീഡിയോ. അതായത് ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു വിഷയം നടക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്ന കുറച്ച് റിയാക്ഷൻ ചാനൽസ് ഉണ്ട്, ഇൻക്ലൂഡിങ് മീ, അല്ലേ? അഭിപ്രായങ്ങൾ പല ആൾക്കാരും കമന്റ് ആയിട്ട് പറയും, പല ആൾക്കാരും പരസ്പരം അവിടെ പറയും, ചില ആൾക്കാർ വന്ന് കമന്റ് ചെയ്യും, ചില ആൾക്കാർ ലൈക്ക് ചെയ്യും, ഡിസ്ലൈക്ക് ചെയ്യും. പിന്നെ ഇതുപോലെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉള്ള ആൾക്കാർ എന്ത് ചെയ്യും, ആ അഭിപ്രായങ്ങൾ അവരവരുടെ വീഡിയോസ് ആയിട്ട് റിയാക്ഷൻ വീഡിയോസ് ആയിട്ട് ചെയ്യും. എന്തൊരു ടോപ്പിക് സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിന്റെ കാര്യങ്ങൾ നമ്മളിവിടെ പറയുന്നത്, എന്തൊരു ടോപ്പിക് കൊണ്ടുവന്ന് ഇറക്കുന്നുണ്ടെങ്കിലും അതിനൊക്കെ ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ടായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അതിന് രണ്ട് പക്ഷമുണ്ട്. നിഷ്പക്ഷം എന്നൊരു സംഭവം ഇവിടെ ഇല്ല. ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ രണ്ട് പക്ഷമുണ്ട്. ശരിയോ തെറ്റോ എന്നല്ല, ശരിയായാലും തെറ്റായാലും രണ്ട് ഭാഗം. ഈ രണ്ട് ഭാഗം ആണ് ഈ വീഡിയോസിനൊക്കെ മുന്നോട്ട് നയിക്കുന്നത്, ഈ ടോപ്പിക്സിനെ കംപ്ലീറ്റ് മുന്നോട്ട് നയിക്കുന്നത്. ഇപ്പൊ ഞാനൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് അത് തെറ്റാണെങ്കിൽ കൂടി, തെറ്റെന്ന് പറഞ്ഞൊരു സംഭവം, തെറ്റെന്ന് പറഞ്ഞാൽ അത് ഒരു ശരിയല്ലാത്തൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ കൂടി, അല്ലെങ്കിൽ മെജോറിറ്റിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും കൂടി മൈനോറിറ്റി എന്നുള്ളൊരു സംഭവം അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ആ ഒരു വീഡിയോ, ഞാൻ ഈ പറയുന്ന കാര്യത്തോട് ചെറിയ യോജിപ്പുള്ളതുകൊണ്ടാണ് ആ ഒരു വിഭാഗം അങ്ങനത്തെ കോണ്ടന്റും അങ്ങനത്തെ വീഡിയോസും ആ ഒരു വീഡിയോയും കണ്ട് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, നമ്മൾ കുറച്ച് ദിവസമായിട്ട് കണ്ടിട്ടുള്ള ഒരു വീഡിയോ, ഇത് കണ്ടവർക്ക് അറിയാം, യൂട്യൂബിൽ നോക്കിയവർക്ക് അറിയാം, റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർ തമ്മിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തായാലും ഉണ്ട്. അത് ഹെൽത്തി വേയിലൂടെ സംസാരിച്ച് ക്ലിയർ ചെയ്യുന്നവരുണ്ട്, പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ഈയിടെയായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ ഡയറക്റ്റായിട്ട് കാര്യങ്ങൾ പറയട്ടെ. ഷഫീന ബീവി എന്നൊരു ചാനലുണ്ടല്ലോ, ഷഫീന ബീവി അവരുടെ 1,00,000 മുകളിലുള്ള ചാനൽ ഇപ്പോൾ സ്ട്രൈക്ക് കൊണ്ടുപോയി. ഓക്കെ, അപ്പോൾ ഷഫീന ബീവി എന്ന് പറഞ്ഞ ചാനൽ വേഴ്സസ് അതേഴ്സ്, മറ്റു കുറച്ച് ആൾക്കാർ. കാരണം ഷഫീന ബീവി എന്ന ചാനലിൽ അവർ പറയുന്ന ആശയങ്ങളോടും അല്ലെങ്കിൽ അവർക്ക് മറ്റവർ പറയുന്ന ആശയങ്ങളോടും യോജിക്കാൻ പറ്റാത്തത് കൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. അൾട്ടിമേറ്റ്ലി എതിര് നിന്ന ആൾക്കാർ തീരുമാനിക്കുന്നു ഈ ചാനൽ ഇനി ഇവിടെ വേണ്ട എന്ന് പറയുന്നതോടുകൂടി ഇതിനെ സ്ട്രൈക്ക് കൊടുത്തിട്ടൊരു സ്ട്രൈക്ക് കൊടുക്കുന്ന ഒരു പരിപാടി. സ്ട്രൈക്ക് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതായത് നമ്മൾ അനുവാദം ഇല്ലാതെ ഒരാളുടെ കോണ്ടന്റ്, അതായത് പിക്ചർ ആണെന്നുണ്ടെങ്കിലും വീഡിയോ ആണെങ്കിലും വോയിസ് ആണെങ്കിലും പേരും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് അത് അവർക്കൊരു ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതുപോലെ അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുക്കാം. അതായത് ഇത് എൻ്റെ കോണ്ടന്റ് ആണ്, എൻ്റെ അനുവാദമില്ലാതെ ഇവർ ഉപയോഗിച്ചു എന്നുണ്ട് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുക്കാം. ആ സ്ട്രൈക്ക് വേണമെങ്കിൽ പിൻവലിക്കാം കോംപ്രമൈസ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഉള്ളിലുള്ള ഈഗോവും പ്രശ്നവും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് ഇത് ഇതേ കണ്ടീഷനിൽ നിലനിന്ന് പോവാം. ഓക്കെ, അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ട് വന്നതൊരു വീഡിയോ. ഈ ഇപ്പോൾ യൂട്യൂബാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇവിടെ ഒരു ഇക്കോസിസ്റ്റം ഉണ്ട്, ഒരു ആവാസ വ്യവസ്ഥ. അതായത് ക്രിയേറ്റേഴ്സും ഈ കാണുന്നവരും തമ്മിലുള്ള ഒരു ഇക്കോസിസ്റ്റം. ഇതിൽ കാണുന്നവർ തമ്മിലുള്ള ലിങ്ക് ഉണ്ട്. കാരണം വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കോണ്ടന്റ് ഞാൻ കാണുമ്പോൾ എന്നെ അതേപോലെ സിമിലർ കോണ്ടന്റ്സ് കാണുന്നവർക്കൊക്കെ അതെന്നെ യൂട്യൂബ് സജസ്റ്റ് ചെയ്തുകൊണ്ട് വരും. അതുപോലെ തന്നെ മറക്കാൻ പറ്റാത്തൊരു ഇക്കോസിസ്റ്റത്തിലൊരു ഭാഗമാണ് ഫെലോ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്. ഒരുപോലെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ തമ്മിലുള്ള ഒരു ഇക്കോസിസ്റ്റം. ഓക്കെ, ആ ഒരു എന്താ പറയുക, കോഎക്സിസ്റ്റ് ചെയ്തു പോവാന്ന് പറയും. കാരണം പരസ്പരം രണ്ടുപേരും ആശയപരമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടെങ്കിലും, കടുത്ത ഭാഷ ഉപയോഗിച്ചിട്ടാണെന്നുണ്ടെങ്കിലും, കടുത്ത പ്രയോഗങ്ങൾ, ചിത്രങ്ങൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണെന്നുണ്ടെങ്കിലും നമ്മളൊരു കോഎക്സിസ്റ്റ് ചെയ്ത് പോവാം. അത് എന്തിനാന്ന് വെച്ചാൽ രണ്ട് റീസൺ ആണ്. ഒന്ന്, യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആശയം വ്യക്തമാക്കാൻ അതിനേക്കാളും കൂടുതൽ യൂട്യൂബ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോം, അല്ലെങ്കിൽ ഇന്ന് എസ്പെഷ്യലി യൂട്യൂബ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആരും ഒരു വരുമാന മാർഗമായിട്ടാണ് കാണുന്നത്. എൻ്റെ ഒരു എക്സാമ്പിൾ പറയാലോ, ഞാൻ മനസ്സിൽ പോലും സീരിയസ്ലി വിചാരിച്ചിട്ടില്ല 34,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബർ എന്ന് ഞാൻ പറയുന്നില്ല, ഒരു യൂട്യൂബിൽ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി ആയി മാറുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. കാരണം 2019 ഞാനൊരു ചാനൽ തുടങ്ങിയിട്ട് എൻ്റെ സംസാരവും മുഖവും ഇഷ്ടപ്പെടാതെ ഞാനത് ഒഴിവാക്കി പോയ ആളാണ്. ഇന്ന് ഞാൻ അതിൽ റിഗ്രറ്റ് ചെയ്യുന്നു. പക്ഷേ ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നുള്ള മാത്രമേ പോയിന്റ് ഉള്ളൂ. അതുപോലെ തന്നെ ഇതിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു പ്ലാറ്റ്ഫോം കൂടിയാണിത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഗതി സംഭവിക്കുന്നത് വെച്ചാൽ കുറച്ച് ക്രിയേറ്റേഴ്സ് തമ്മിൽ അടുത്തുണ്ടായിട്ടുള്ള ഒരു ഇഷ്യൂ മറ്റുള്ള ഇതിലൊന്നും പെടാത്ത അപ്പാവികളായി പാവം പിടിച്ചിട്ടുള്ള ചെറിയ ഇതൊക്കെ കണ്ടിട്ട് വളർന്നു വരാൻ ആഗ്രഹിക്കുന്ന, മനസ്സിന് ആഗ്രഹമുള്ള കുറച്ച് ക്രിയേറ്റേഴ്സിന് സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. ആ ഒരൊറ്റ പോയിന്റാണ് ഞാൻ ഇന്നിവിടെ വീഡിയോയിൽ പറയുന്നത്. ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ ഈ സ്ട്രൈക്ക് കൊടുക്കുന്ന പ്രക്രിയനെ കുറിച്ച്. ഷഫീന ബീവി എന്നുള്ള ചാനല് കുറച്ച് പേര് സ്ട്രൈക്ക് കൊടുത്ത് പൂട്ടിപ്പോയി. അവരുടെ 1,00,000 മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനൽ അവരത് പൂട്ടി. അവരത് റിക്കവർ ചെയ്യാൻ കുറച്ച് ശ്രമിച്ചു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. അത് ആ ഒരു
അവർക്ക് ആ റിക്കവർ ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ നടന്നില്ല, അവരവിടെ സ്ട്രൈക്ക് കിട്ടി പൂട്ടിപ്പോയി. അപ്പോൾ ഇവരെന്താ തിരിച്ച് തീരുമാനിച്ചിരിക്കുന്നത് വെച്ചാൽ ഇതുപോലെ അവരുടെ പിക്ചേഴ്സ് ഉപയോഗിച്ചിട്ട്, കാരണം ഒരുപക്ഷെ അവർ മറ്റുള്ളവരുടെ പിക്ചർ ഉപയോഗിച്ച് ചെയ്തുകൊണ്ടാണ് അവർക്ക് സ്ട്രൈക്ക് കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ അവരുടെ പിക്ചർ ഉപയോഗിച്ചിട്ട് ആരൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ടോ, അവിടെയാണ് സംഭവം. ആരൊക്കെ ഈ ലോകത്ത് അവരുടെ പേരും ഫോട്ടോയും പരിപാടിയും കാര്യങ്ങളൊക്കെ വീഡിയോസ് ക്ലിപ്സൊക്കെ വെച്ചിട്ട് വോയിസ് ഒക്കെ വെച്ചിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടോ, ഈ പറഞ്ഞ ടീമിന് കംപ്ലീറ്റ് ഇവർ സ്ട്രൈക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. ഇവർ അതിൻ്റെ ഫസ്റ്റ് നടപടി ആയിട്ട് തുടങ്ങിക്കഴിഞ്ഞതിൻ്റെ ഭാഗത്തിൽ ഇന്നിപ്പോൾ നിങ്ങൾ അറിയപ്പെടുന്ന മുൻനിരയിൽ നിൽക്കുന്ന ഒരുപാട് ചാനൽസിന് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ആൾക്കാരുടെ പേരും കാര്യങ്ങളൊന്നും പറയില്ല, പേരൊന്നും അതിൽ ഒരു ഇറലവൻ്റ് ആണ്. ഓക്കെ, പക്ഷെ റെലവൻ്റ് ആയിട്ട് വരുന്ന സംഭവം എന്താ അറിയോ, ഈ പേര് പറഞ്ഞാൽ അറിയാത്ത ആൾക്കാരാണ്. അതായത് 1000, 2000, 3000, 10000 ഒക്കെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഇത് ഒരു വലിയൊരു സംഭവമായിട്ട് കണ്ട് നാളെ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റിയാക്ഷൻ ചാനൽസ് ഒരുപാട് പേര് സീക്രട്ട് ഏജന്റ് റിയാക്ട് ചെയ്യുന്നത് കണ്ട് ചെയ്തു തുടങ്ങിയത്, ഞാനും അതിൽ പെട്ട ഒരാളാണ്. ഓക്കെ, അപ്പോൾ അത് കണ്ട് നമ്മൾ തുടങ്ങിയിട്ട് മുന്നോട്ട് പോയിട്ട് ഞാൻ ഉദ്ദേശിച്ചത് സബ്സ്ക്രൈബർ കൗണ്ട് അല്ല ഉദ്ദേശിച്ചത്, നല്ല കോണ്ടന്റ് ചെയ്ത് നമ്മൾ നല്ല കോണ്ടന്റ് ഡെലിവറി ചെയ്യുക. അതുകൊണ്ട് നമുക്ക് അൾട്ടിമേറ്റ്ലി നമുക്ക് കുറച്ച് ആളറിയുകയും ചെയ്യാം. പിന്നെ പ്ലസ് റവന്യൂ ജനറേഷൻ, ആളറിയാലൊരു ഇമ്പോർട്ടൻസ്. പക്ഷെ റവന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞൊരു ആസ്പെക്ട് ഇതിൽ കാണുന്നിട്ടൊരു ആൾക്കാരുണ്ടല്ലോ, ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ വൈറ്റത്തടിച്ച പോലെയാണ് ഇപ്പോൾ ഷെഫീനയുടെ ഭാഗത്തുനിന്ന് ഈ സ്ട്രൈക്ക് കൊടുക്കുന്ന സമയത്ത്. കാരണം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർ ചാനലിൽ പോയി. അപ്പോൾ അവരെന്ത് ചെയ്യും, ഇത് സ്വാഭാവികമായിട്ടും സ്ട്രൈക്ക് വരുന്നത് ഇൻഡിവിജ്വൽ ആൾക്കാരെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ആരൊക്കെ നമ്മുടെ ക്ലിപ്പ് യൂസ് ചെയ്തിട്ടുണ്ടോ അവർക്ക് കംപ്ലീറ്റ് സ്ട്രൈക്ക് കൊടുക്കുക. അപ്പോൾ ഷെഫീനയുടെ ക്ലിപ്പ് ആരൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടോ അവർക്ക് കംപ്ലീറ്റ് ഇപ്പോൾ സ്ട്രൈക്ക് കൊടുത്തു കഴിഞ്ഞു. ഓക്കെ, ഇതിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് കുറേ ഫെയർ യൂസേജ് പോളിസി അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാൻ അതും കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ ശരിയോ തെറ്റോ നമ്മൾ പറയുന്നില്ല കേട്ടോ. ഞാനിതിൽ ഈ ആശയപരമായിട്ട് പറയുന്ന കാര്യങ്ങളിൽ നമ്മളൊരു ശരിയോ തെറ്റോ സംഗതികൾ പറയുന്നില്ല. പക്ഷെ ഈ സ്ട്രൈക്ക് കൊടുക്കുന്നതിൽ ഒരു ശരിയോ തെറ്റോ ഉണ്ട്. സ്ട്രൈക്ക് കൊടുക്കുന്നത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം, ഇൻഡിവിജ്വൽ എൻ്റെ അഭിപ്രായ പ്രകാരം ഞാൻ ഒരിക്കലും യോജിക്കാത്തൊരു സംഭവമാണ്. ഒരിക്കലും യോജിക്കുന്നില്ല സ്ട്രൈക്ക് കൊടുക്കുന്നത്. ഓക്കെ, എപ്പോൾ ടിൽ ദ ടൈം ഇത് നമുക്ക് ഭയങ്കര രീതിയിലൊരു നമുക്ക് വേറെ ഒരു മാർഗവും നമ്മൾ അത്രയും മാനസിക പ്രശ്നം നമ്മൾ മാനസികമായിട്ടും എല്ലാം കൊണ്ടും നമ്മൾ അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത്, പക്ഷെ അപ്പോഴാണെങ്കിൽ കൂടി ഞാൻ പറയാണ് സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരിതല്ല. ഓക്കെ, പിന്നെ ആൾക്കാരത് ചെയ്യുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ മനസ്സിൽ തീരുമാനിച്ചിട്ടുള്ളൂ ഞാൻ ആർക്കും സ്ട്രൈക്ക് കൊടുക്കില്ല എന്നുള്ളത്. ചില ഘട്ടങ്ങളിൽ ഞാൻ വരെ ചിന്തിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ കൂടി പക്ഷെ നമ്മളത് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, ഒന്നത്. അപ്പോൾ ഇതിൽ എന്താ പറയുക, മെയിനായിട്ട് ഈഗോവും കോംപ്ലക്സും ഈ ഒരു സംഭവമാണ് ഇതിൽ കംപ്ലീറ്റ് വർക്കൗട്ട് ആയിട്ടുള്ളത്. ഇപ്പോഴത്തെ സിനാരി എന്താണെന്ന് വെച്ചാൽ ഷെഫീന തിരിച്ചെല്ലാവർക്കും സ്ട്രൈക്ക് കൊടുക്കാൻ തുടങ്ങി. എൻ്റെ പരിചയമുള്ള ചെറിയ ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള 3-4 പേർക്ക് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലൊന്നും ഭാഗമല്ല. ഇവർ ഷെഫീനയ്ക്കെതിരെ ആശയപരമായിട്ട് മാത്രമാണ് സംസാരിച്ചിട്ടുള്ളത്. അവരെ തിരിച്ചു തെറി പറയുക, മീൻസ് ഉദ്ദേശിച്ചത് ഇവർ പറഞ്ഞ കാര്യങ്ങളോട് യോജിപ്പില്ല. ഈ പറഞ്ഞ ആൾക്കാർ ആദ്യം കൊടുത്ത സ്ട്രൈക്കിന്റെ ഒന്നും ഭാഗമല്ല. അവർ ചെറിയ ക്രിയേറ്റേഴ്സാണ്, അവർ ഒരുപാട് മോഹത്തോടു കൂടിയാണ്. അതിന് 1-2 ആൾക്കാരൊക്കെ എന്താ വെച്ചാൽ ഞാൻ സീരിയസ് ആയിട്ട് പറയട്ടെ, ബജാജ് ഫിൻസർവിൽ ക്യാമറ വാങ്ങിയിട്ട് അതിന്റെ ലോൺ അടയ്ക്കാൻ വേണ്ടിയിട്ട് ചാനൽ മോണിറ്റൈസ് ആയ ഉടനെ നല്ലൊരു ക്യാമറയും മൈക്കും കാര്യങ്ങളൊക്കെ അവനവൻ്റെ കയ്യിൽ പൈസ ഇല്ലാണ്ടായിട്ട് ബജാജിൽ നിന്ന് ഓടുന്നും ഇവിടുന്നൊക്കെ പൈസ സീരിയസ്ലി ഞാൻ പറയുന്നത്. അങ്ങനെ ഫിനാൻസ് ഇട്ട് വാങ്ങിയിട്ട് ഇപ്പോൾ സ്ട്രൈക്ക് 2 കിട്ടി, 3 സ്ട്രൈക്കൊക്കെ കിട്ടിയ ആൾക്കാരാണ്. 3 സ്ട്രൈക്കും കിട്ടിയിരിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ സ്വാഭാവികമായിട്ടും അവരുടെ ചാനലിൽ നിന്ന് പോകുന്ന സമയത്ത് അവർക്ക് ഈ ഒരു സംഗതി പോവാണ്. 1000 സബ്ബൊക്കെ അടിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ സംഗതി ഒന്നുമല്ല. 1000 സബ്സ്ക്രൈബേഴ്സ് അവരുടെ ചില്ലറ കാര്യമൊന്നുമല്ല. അപ്പോൾ 1 ലക്ഷമൊക്കെ ബിഗ് നമ്പറാണ്. ഇത് ചില്ലറ പണിയല്ല, അത്യാവശ്യം നല്ല രീതിയിൽ എഫേർട്ട് എടുക്കുന്ന പണിയാണ്. അപ്പോൾ കുറച്ച് ആൾക്കാർ ചെയ്തൊരു സംഗതി ഞാൻ ഒരു ഭാഗം എന്ന് പറയുന്നില്ല, അത് മോശമാണോ അവർ ചെയ്ത് തെറ്റ് ശരിയൊന്നും പറയുന്നില്ല. പക്ഷെ ഇതുകൊണ്ട് എന്ത് സംഭവിച്ചു വെച്ചാൽ ചെറിയ കുറേ ക്രിയേറ്റേഴ്സിന്, എസ്പെഷ്യലി റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ചെറിയ കുറേ ക്രിയേറ്റേഴ്സ് മറ്റുള്ളവരുടെ കോണ്ടന്റ് യൂസ് ചെയ്തിട്ട് ഫെയർ യൂസ് തന്നെ നല്ല രീതിയിൽ യൂസ് ചെയ്ത് ചെയ്യുന്ന ആൾക്കാർക്ക് തന്നെ എന്താ പറയുക ഒരുപാട് പ്രശ്നമായിട്ടുണ്ട്. സീരിയസ്ലി ഞാൻ പറയാം. ഇനി ഇതിൻ്റെ അടുത്ത ഘട്ടം എന്താണെന്നറിയോ, ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ഞാനാണെങ്കിലും ആരാണെങ്കിലും നമ്മളൊക്കെ പല ആൾക്കാരുടെയും കോണ്ടന്റ് എടുത്തിട്ടുണ്ടായിരിക്കും. പക്ഷേ ചിലപ്പോൾ ഞാൻ ഷെഫീനയുടെ കേസിൽ ഞാൻ 1-2 വീഡിയോ ചെയ്തിട്ടുള്ളൂ. ആ വീഡിയോയിൽ നമ്മുടെ ആശയം എത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇവരൊക്കെ പറയുന്ന തെറിയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ അവരുടെ ഇഷ്ടമാണ്. തെറി പറയണോ പറയണ്ടെന്നുള്ളതൊക്കെ അവരുടെ ഇഷ്ടമാണ്. അതിനൊക്കെ കാഴ്ചക്കാരും കാണാൻ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ആശയങ്ങൾ ഉള്ളതുകൊണ്ടാണ് ആൾക്കാർ കാണുന്നത്. ഓക്കെ, ഇനി അത് അതുപോലെ കാണാൻ ആൾക്കാരുണ്ടെങ്കിൽ അവർ കാണട്ടെ, അല്ലാത്തവൻ കാണണ്ടെന്ന് മാത്രമേ സിമ്പിളായിട്ടുള്ള പരിപാടി പറയുന്നുള്ളൂ കേട്ടോ. നമ്മൾ കണ്ടിട്ടില്ലേ ഈ തീവ്രവാദി ആക്രമണം കണ്ടില്ലേ, ചെറിയൊരു കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ കയറി ആക്രമിക്കുന്നതോട് കൂടി തിരിച്ച് ഈ അറ്റാക്ക് തിരിച്ചുണ്ടാകുന്ന സമയത്ത് കുറെ നിരപരാധികളും ഇതിലൊന്നും പെടാത്ത ആൾക്കാരാണ് അവർക്കാണ് നഷ്ടം വരുന്നത്.
മറ്റവർക്ക് നഷ്ടമില്ല എന്നല്ല പറയുന്നത് കേട്ടോ. പോപ്പുലർ ഫേസസിന് എപ്പോഴും ഒരു ചാനൽ ഉണ്ടായി കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരാൻ അത്രയും ബുദ്ധിമുട്ടാണ്. മില്യൺ ചാനലുള്ളവരൊക്കെ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ അവർക്കൊരു സ്കോപ്പ് ഉണ്ട്. അവർക്ക് മോണിറ്റൈസ് ചെയ്തിട്ട് ചാനൽ കൊണ്ടുവരാൻ അവർക്കൊരു സ്കോപ്പ് ഉണ്ട്. അവർ പറയണേ എൻ്റെ ചാനൽ പോയി, എൻ്റെ ചാനൽ ഇതാണ് നാളെ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ 1000 സബ്സ്ക്രൈബേഴ്സും മറ്റുള്ള മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ പെട്ടെന്ന് ഫില്ലാവും. അവർക്ക് പിന്നെയും വരുമാനം തുടങ്ങി പോകും. പക്ഷെ നേരെ മറിച്ച് 2000, 3000, 5000 സബ്സ്ക്രൈബർ ഉള്ളവരൊക്കെ പറഞ്ഞു എനിക്ക് സ്ട്രൈക്ക് കിട്ടിയിട്ടോ ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ നേരെ തലയ്ക്ക് മേലെ നോക്കി നിൽക്കാനേ മാർഗമുള്ളൂ. അവൻ കുടുങ്ങിപ്പോവും. അല്ലാണ്ട് അവനെ സംബന്ധിച്ച് എൻ്റെ ചാനൽ പോയിട്ടൊന്നും മറ്റേ ചാനൽ എല്ലാവരും വാന്ന് പറഞ്ഞാൽ വരാനൊന്നും ആൾക്കാരുണ്ടാവില്ല. അപ്പം അങ്ങനത്തെ ആൾക്കാരെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങളാണ് ഇതുകൊണ്ട്. കാരണം ഇതൊക്കെ ഒരുപാട് പേരുടെ ഉപജീവനാണ്. ഞാൻ ആ ഒരു കേസ് അതിൽ പറയുന്നത്. കാരണം വെച്ചാൽ ഇപ്പം ഞാൻ ഒരു കാര്യം കൂടി പറയുന്നത് വെച്ചാൽ ഇപ്പം ഞാൻ ഒരുപാട് പേരെ ക്ലിപ്പൊക്കെ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടാവും. ഞാൻ ഇപ്പോൾ ഷഫീനയുടെ കേസ് ഇതിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാരുടെ കേസൊന്നും ഞാൻ എടുത്തിട്ട് ഇതിൽ റിയാക്ട് ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ വേറൊരാളുടെ ചെയ്തിട്ടുണ്ടാവും, മല്ലു ഫാമിലിൻ്റെ ചെയ്തിട്ടുണ്ടാവും, അതുപോലെ ഉപ്പുമുളക് ചെയ്തിട്ടുണ്ടാവും. അങ്ങനത്തെ പല ആൾക്കാരുടെ റിയാക്ഷൻ ഇവരൊക്കെ ഈ ഷഫീന ബീവിയുടെ കൂടെ ചേർന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ എനിക്കും സ്ട്രൈക്ക് തരാവുന്നേ ഉള്ളൂ. ഒരു പക്ഷെ അവർ തീരുമാനിക്കണം എന്നാൽ അതൊക്കെയാണ് നിർത്തട്ടെ, എല്ലാവർക്കും കൊടുക്കുക സ്ട്രൈക്ക്. കാരണം അവിടെ എത്തിക്സും പരിപാടിയും കാര്യങ്ങളൊക്കെ വിട്ടു. കാരണം അവർക്ക് 1 ലക്ഷത്തിന്റെ ചാനൽ അവർ പോയി നിൽക്കുകയാണ്. ബാധിക്കപ്പെട്ടവരും സംസാരിക്കാൻ ഈ പ്രശ്നം. ഇപ്പം അടുത്തൊരു കേസ് നടക്കുന്നുണ്ട്. നസീർ വാരം എന്നൊരു ചങ്ങായും അൻഷിഫ് മൂഞ്ചിക്കലും തമ്മിലൊരു ഇഷ്യൂ നടക്കുന്നുണ്ട്. കാരണം അതൊക്കെ എന്താ വെച്ചാൽ ഫാമിലി വ്ളോഗേഴ്സിന് വെറുതെ ഒരു ആവശ്യമില്ലാണ്ട് ചങ്ങായി പോയി ചൊറിഞ്ഞിട്ട് ഇങ്ങനെ അങ്ങോട്ട് കൊണ്ട് നടക്കുക. ചിലപ്പോൾ ഒരു പക്ഷേ അയാൾക്ക് സപ്പോർട്ടുണ്ട്. അപ്പം അയാളുടെ ആശയത്തോടൊപ്പം നിൽക്കുന്ന ആൾക്കാരില്ല എന്നല്ല പറയുന്നത്, അയാൾക്ക് ആശയം നിൽക്കുന്നവരുണ്ട്. എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു വിഷയം ജസ്റ്റ് ഒന്ന് പറയണം തോന്നിപ്പോയി. ഇത് എഫക്റ്റ് ചെയ്തിരിക്കുന്നത് യാതൊരു വിധ ഈ പറഞ്ഞ ഹൈ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളും ഇതിലൊന്നും പെടാത്ത ആൾക്കാരാണ് കുടുങ്ങിയിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കേസ് വ്യൂവേഴ്സിനെ സംബന്ധിച്ച് നിങ്ങൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു യൂട്യൂബർ അയാൾ പെട്ടെന്ന് എന്താ വെച്ചാൽ സ്ട്രൈക്ക് ഇട്ട് കഴിയുമ്പോൾ അയാൾ കാണാൻ കഴിയില്ലാതെ നിന്ന് പോകും. വ്യൂവേഴ്സിനെ സംബന്ധിച്ച് അത്ര വലിയ പ്രശ്നം വരില്ല. കാരണം വെച്ചാൽ അതേ കോണ്ടന്റ് ചെയ്യുന്ന അതേ ആശയമുള്ള ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. 2 ദിവസം കാണാൻ അവൻ വീഡിയോ അടുത്ത ആളിലേക്ക് പോകും. പക്ഷെ ഇത് അൾട്ടിമേറ്റ്ലി ഇതിന്റെ നഷ്ടം കംപ്ലീറ്റ് വരുന്ന ഒരു ക്രിയേറ്റർക്കാണ്. ഒരു യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാനൽ പറഞ്ഞാൽ ആ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാൻ തീരെ എളുപ്പമുള്ള കാര്യമില്ല. അത്രയും ബുദ്ധിമുട്ടാണ്. അപ്പം അത്രയും പ്രശ്നങ്ങളിലൂടെയും ഇതിലും കടന്നു പോയിട്ട് കണ്ട ക്യാമറയ്ക്ക് അവിടുന്ന് ഫോണിനൊക്കെ പൈസയും ഐഫോണിനൊക്കെ അതൊക്കെ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. ലോണും പരിപാടിയും കാര്യങ്ങളും എടുത്തിട്ടാണ് ആൾക്കാർ ഇത് തുടങ്ങുന്നത്. ആ ഒരു സംഗതി വരുമാനം നിലയ്ക്കാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമില്ല. അതുകൊണ്ട് ഈ ഒരു ഇഷ്യൂ ഇത് ബന്ധപ്പെട്ട ആരെങ്കിലും ഇതൊക്കെ കാണുമെന്നറിയില്ല. ഇവരോടൊന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ അതും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇതൊരു നല്ല കാര്യമില്ല എന്ന് മാത്രം എനിക്ക് പറയാൻ തോന്നുന്നു. ചെയ്തിപ്പോൾ ഒരു ഭാഗത്തിന്റെ ചാനൽ പോയി എന്നാൽ മറുഭാഗം കൂടി പോട്ടെ. അവരിപ്പോ നോക്കുന്ന ഇത്രേ ഉള്ളൂ. ആരൊക്കെ കീവേഡ് യൂസ് ചെയ്തിട്ടുണ്ട്, ഇത് എന്താ കോപ്പിറൈറ്റ് സ്ട്രൈക്ക്, ഇത് എങ്ങനെ ഒഴിവാക്കുക, ഇതൊന്നും അറിയണവരുണ്ടാവില്ല. ഇതിലെന്താ പറയുക, ശരിയോ തെറ്റോ എന്നുള്ള സംഭവമില്ല. എൻ്റെ ശരി ചിലപ്പോൾ നിങ്ങൾക്ക് തെറ്റാവും, നിങ്ങളുടെ ശരി ചിലപ്പോൾ എനിക്ക് തെറ്റാവും. അത്ര മാത്രമേ ഉള്ളൂ, അഭിപ്രായ വ്യത്യാസം മാത്രമാണ്. അത് വല്ല ഹെൽത്തി വേയിലൂടെ ഉൾക്കൊള്ളുക. മറ്റയാളുടെ പ്രശ്നങ്ങൾ അങ്ങോട്ട് കൊണ്ട് അയാളുടെ അഭിപ്രായം ഇതാണ്, അത് ഉൾക്കൊള്ളുക. കൗണ്ടർ ചെയ്യാൻ പറ്റിയ കൗണ്ടർ ചെയ്യുക, അല്ലെങ്കിൽ ആ ടോപ്പിക്ക് വിട്ട് അടുത്തേക്ക് പോവുക. ഇതിപ്പോഴും ഇതിനെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ നീണ്ടു നിൽക്കുകയാണ്. പിന്നെ എന്താ ഒരു കോമഡി എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ കാണാനും ആൾക്കാരുണ്ട്. അപ്പോൾ ഈ വിഷയം അങ്ങനെ നിലനിൽക്കുന്ന സമയത്ത് കാണുന്ന ആൾക്കാരുണ്ട്. പക്ഷെ കാണുന്ന ആൾക്കാരും എല്ലാവരും ഇത് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അൾട്ടിമേറ്റ്ലി ഇത് നല്ലതിനല്ല. ഇപ്പൊ തൽക്കാലം കുറച്ച് പൈസ കിട്ടും, നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് പോകാൻ പറ്റും, നിങ്ങൾക്ക് ചിലപ്പോൾ തിരിച്ച് സ്ട്രൈക്ക് കിട്ടാതിരിക്കാനും അതിനെ കൗണ്ടർ ചെയ്യാനും ഒക്കെ പല ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. പക്ഷെ ചെറിയ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇതൊന്നും അറിയാത്തവർക്ക് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്, ഇവരെന്ത് ചെയ്യുമെന്ന് അറിയാണ്ടിരിക്കുകയാണ്. കാരണം അവർ കൊടുക്കണം, അവർ കരയാണ്, സീരിയസ്ലി പറയാണ്, അവരിരുന്ന് കരയാണ്. അപ്പോൾ ഈ കൊടുക്കുന്നവരോട് ഞാൻ പറയാണ്, നിങ്ങൾ ആരെങ്കിലും അങ്ങോട്ട് കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, ഇപ്പം ഞാനാണെങ്കിലും അതേ മാർഗങ്ങളിലോട്ടോ തിരിച്ചങ്ങോട്ട് കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ഭാഗത്തുനിന്ന് എന്താ പറയുക, ഈ ക്രിയേറ്റേഴ്സിന് നശിപ്പിക്കാതിരിക്കുക. അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്ത് കൊടുത്താൽ ആ ഒരു റിലേഷൻഷിപ്പ് വേണമെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാം. അല്ലെങ്കിൽ അവരെന്നാ ഓക്കെ ഇവൻ എനിക്ക് ഇതൊന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇവൻ പറഞ്ഞ ഈ സംഭവമാണ്, ഇവനെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് എങ്കിലും അവർക്ക് സ്പെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുക. അല്ലെങ്കിൽ ഈ ഒരു സംഗതി നല്ലൊരു സംഭവമല്ല. കാരണം ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ ഇതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. ഇത് സാധാരണ ആർക്കും ഒരു വിഷയം ഉണ്ടായിട്ടില്ല, ഇത് യൂട്യൂബേഴ്സ് തമ്മിലുള്ള പ്രശ്നമാണ്. അപ്പോൾ ഈ കാര്യം ജസ്റ്റ് പറയണം തോന്നി. നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്കൊരു വേസ്റ്റ് ഓഫ് ടൈം ആയിട്ട് പക്ഷേ തോന്നുമായിരിക്കാം. അതിന് എക്സ്ട്രീംലി സോറി. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും കേട്ടോ.